ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ്. നമുക്കൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു നാടൻ മിച്ചറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങി കഴിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റിലും നല്ല ഹെൽത്തിയും ആയിട്ട് തന്നെ നമുക്കിത് വീട്ടിൽ റെഡിയാക്കി എടുക്കാം. നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. നമുക്ക് ആർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡിയാക്കിയിട്ട്. അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാം. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം നമ്മൾ ഇതിലോട്ട് എടുക്കുന്നത് ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻസ് കടലമാവ് തന്നെയാണ്. അപ്പോൾ രണ്ട് കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 കപ്പ് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. അതാണ് അതിൻ്റെ ഒരു കണക്ക്. ഇനി ഇതിലോട്ട് നമുക്ക് എരിവിനും കളറിനും വേണ്ടിയിട്ട് 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് മിക്സ് ചെയ്തിട്ട് കറക്റ്റ് ചെയ്ത ശേഷം ചെയ്യുക. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്കൊന്ന് മുഴുവനായിട്ടും മിക്സ് ചെയ്തെടുക്കുക. കൈവച്ച് മിക്സ് ചെയ്യുന്നില്ലെങ്കിൽ ഇതെല്ലാം ഒരു അരിപ്പയിലിട്ടിട്ട് അരിച്ചെടുത്താലും മതി. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു 1/2 കപ്പ് ഈ ഒരു മിക്സ് ചെയ്ത് വെച്ച മാവ് വേറൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ചെറിയ രൂപത്തിലൊരു ബാറ്ററാക്കി എടുക്കണം. അപ്പോൾ ഇതിൽ നമ്മൾ ചെറിയ മണികളായിട്ട് കാണുന്ന ബൂന്തി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ലൂസാക്കി എടുക്കാം. ഓവർ ലൂസും ഓവർ ടൈറ്റും ആയി പോകരുത്. ഈ ഒരു ലെവലിൽ നമുക്ക് ഈ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള മാവിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാൻ മുന്നേ ചെയ്ത ബോംബെ മിച്ചറിൻ്റെ റെസിപ്പിയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ നമ്മളിത് കുഴച്ചെടുക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുകയാണെങ്കിൽ നമുക്കിത് സേവനായിലിട്ട് തിരിക്കുമ്പോൾ കുറച്ചുകൂടി സിമ്പിളായിട്ട് തോന്നും. ഇനി നമ്മൾ ഈ സേവനായിൽ ഏറ്റവും ചെറിയ ഹോൾസുള്ള അച്ചാണ് ഇട്ടിട്ടുള്ളത്. അതിൽ സൈഡിലൊക്കെ ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഈ ഒരു മാവ് അതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് അടച്ച് മാറ്റി വെക്കാം. അപ്പോൾ ആദ്യം ഇത് ഫ്രൈ ചെയ്യാനായിട്ടുള്ള ഓയിൽ എടുത്തിട്ടുണ്ട്. ഓയിലിന് പ്രത്യേകിച്ച് കണക്ക് പറയുന്നില്ല, നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. എന്നിട്ട് ആദ്യം ഇതിലോട്ട് 2 അല്ലി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളിയൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ നല്ല മണമൊക്കെ വരും. അതുപോലെ തന്നെ മിച്ചറിന് നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഇതിലോട്ട് നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. അപ്പോൾ ഞാനിവിടെ 4-5 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ഈ ഓയിലിട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഈ ഓയിലിൽ കോരി മാറ്റിയ ശേഷം പിന്നെ ഇതിലോട്ട് നമുക്ക് പൊട്ടുകടല ചേർത്ത് കൊടുക്കാം. 1/4 കപ്പിലും കുറച്ചധികം എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു കടലൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ചിലർക്ക് ഇത് ഒത്തിരി ഇഷ്ടമുണ്ടാവും, അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും ഈ ഓയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് കളർ മാറിപ്പോവരുത്. പിന്നെ നമുക്ക് ഇതിലോട്ട് ചേർക്കേണ്ടത് നിരക്കടലയാണ്. നിരക്കടല ഞാൻ 1/2 കപ്പോളം എടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ ഈ ഒരു ഓയിലിട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇതിലോട്ടുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ സേവനായിലിട്ടിട്ടുള്ള ആ ഒരു മാവ് ഇതുപോലെ ചുറ്റിച്ച് തിരിച്ചും പറിച്ചു വിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതാണ് നമ്മുടെ മിച്ചറിൽ കുറച്ചൊന്ന് റിസ്ക് ആയിട്ടുള്ളത്. ഇത് നമ്മൾ വലിയ പാത്രമൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് 2-3 ബാച്ചൊക്കെ ആക്കിയിട്ട് ഇട്ടാൽ കുറച്ച് സ്പീഡിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ചെറിയ പാത്രത്തിലൊക്കെ ചെയ്തെടുക്കുമ്പോൾ കുറച്ച് ടൈം എടുക്കും. ഇനി നമ്മൾ മിക്സാക്കി വെച്ചിട്ടുള്ള ആ ഒരു മാവുണ്ടല്ലോ, അത് ഇതുപോലെ അരിപ്പുള്ള സ്പൂണിൻ്റെ മേലെ ഒഴിച്ചിട്ട് വേറൊരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് ഇങ്ങനെ കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് ഈ ഓയിലിലോട്ട് വീണോളും. ഇത് ഒഴിക്കുന്ന സമയത്ത് ഓയിലിൻ്റെ പല ഭാഗത്തായിട്ട് ഒഴിക്കുക. അപ്പോൾ ഒരു ഭാഗത്ത് തന്നെ ഒഴിക്കുമ്പോൾ അത് മുഴുവൻ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും. ഒന്ന് കുക്കായി വരുമ്പോൾ അത് വിട്ട് നിൽക്കും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഓവർ കളർ മാറണമെന്നില്ല. അതൊന്ന് ഫ്രൈ ആയിട്ട് ആകുമ്പോൾ നമുക്കിത് കോരി മാറ്റാം. ഇതുപോലെ തന്നെ നമ്മൾ മിക്സാക്കി വെച്ചിട്ടുള്ള ആ മാവ് മുഴുവനും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമ്മൾ സേവനായിലിട്ടിട്ട് ചുറ്റിച്ചെടുത്തതും ഈ ഒരു മിക്സ് അത് ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ബാക്കി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കൈവച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കൈവച്ച് തന്നെ മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് ഇത് കുറച്ചും കൂടി ഒന്ന് സ്പൈസി ആയിട്ട് വരാൻ വേണ്ടിയിട്ട് നമുക്കിതിൻ്റെ മേലെ കുറച്ച് മുളക് പൊടി കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. ഒന്ന് ശ്രമിച്ച് നോക്കിയാൽ നമുക്കൊക്കെ ഇത് വീട്ടിൽ റെഡിയാക്കി എടുക്കാം. ഒരുപാട് ദിവസം നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതും ഒന്ന് ഫോളോ ചെയ്യുക.